Good morning. Good morning, മിസ്സേ. അഖില എല്ലാവരുടെ അടുത്ത് അന്വേഷിച്ച് പറയാൻ പറഞ്ഞു, മിസ്സിന്റെ അടുത്തും പറയാൻ പറഞ്ഞു, പിന്നെ അവൾക്ക് ജോലി കിട്ടി പറയാൻ പറഞ്ഞു. ട്രെയിനിങ് കഴിഞ്ഞോ? അപ്പൊ പെർമനന്റ് ആക്കിയോ? അല്ല, ഉണ്ടായിരുന്നു. വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഉള്ള പിള്ളേരിൽ അവളുടെ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി, പെർഫോമൻസ് ഒക്കെ. അപ്പോ താല്പര്യം ഉണ്ടോ ചോദിച്ചപ്പോ അവൾ അങ്ങനെ കേറിയെന്നാ പറഞ്ഞത്. അതെ അല്ലേ? ഓക്കെ. 5 മാസം കൂടി വേക്കൻസി ചോദിച്ചോളൂ സാറേ, പറഞ്ഞേക്ക്. ദൂരം ഞാൻ ഇവിടെ തൃശ്ശൂരല്ലേ, അവിടെ അല്ലേ. അവള് പെരിന്തൽമണ്ണയാന്ന് തോന്നുന്നത്. അപ്പൊ ഇപ്പൊ 5 മാസം 5000 വെച്ചിട്ടുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത്. ട്രെയിനിങ്ങും കൂടി അല്ലേ. അപ്പൊ അത് കാരണം അത് കഴിഞ്ഞിട്ട് സാലറി പറയുന്നു പറഞ്ഞു. OP-യിലാണ് ഇപ്പോ, ഡോക്ടറുടെ OP-യിലാ. രാവിലെ 10 മണി തൊട്ടിട്ട് 7 മണി വരെ ഡ്യൂട്ടി ഉണ്ട്. മിസ്സിന്റെ നമ്പർ കിട്ടുമോന്ന് അവള് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കാന്ന് പറഞ്ഞു. ഞാൻ പറയാട്ടോ, ചോദിക്കട്ടെ, സാറിനോട് ചോദിക്കട്ടെ. നമ്പർ കൊടുക്കാൻ പാടില്ലേ, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറയാം. ഞാനും പറഞ്ഞത് നമ്പർ അങ്ങനെ കൊടുക്കില്ലാന്ന് തോന്നണ. എന്തായാലും ഞാൻ ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു. എല്ലാവരും പറയാൻ പറഞ്ഞു. പറയാം. ഇപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് മോക്ക് ഡ്രിൽസിന്റെ ഫോർമുലാസ് വരെ ആയിരുന്നു അല്ലെ. ഇനി നെക്സ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പേഷ്യന്റ് ഫാൾ റേറ്റ് 28 മുതലാണ് പേഷ്യന്റ് ഫാൾ റേറ്റ്. പേഷ്യന്റ് ഫാൾ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എടുത്തായിരുന്നോ ചാപ്റ്റർ? സ്റ്റാർട്ട് ചെയ്തായിരുന്നോ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി? ഇല്ല അല്ലേ? ഓക്കെ. അതിൽ പറയുന്നുണ്ട്, ഫാൾ റേറ്റിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഫാളിന് പേഷ്യന്റ് വീഴുന്നത്, ഫാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് വീഴുന്നതിന്റെ റേറ്റ് ആണ് നമ്മുടെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഫാൾ എന്ന് പറഞ്ഞാൽ വീഴുക. ഓക്കെ. പേഷ്യന്റിന് നേരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തുകൊണ്ടാണ്, എങ്ങനെയൊക്കെയാണ് വീഴുന്നത് നോക്കിയേ. ഫാൾ ഈസ് ഡിഫൈൻഡ് ആസ് ലോസ് ഓഫ് അൺറൈറ്റ് പൊസിഷൻ that result in landing on the floor, ground and on or an object or furniture or a sudden uncontrolled unintentional non-purposeful downward displacement of the body to the floor or ground, or hitting another better like the chair or stair. It is the event that ends in a person coming to rest unknowingly on the ground or floor or other lower level. ഇവിടെ അൺഇൻറ്റൻഷണൽ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമല്ല പേഷ്യൻസ് വീഴുന്നത്. ഇനി എങ്ങനെയൊക്കെ ആവാം? ഫർണിച്ചർ തട്ടിയോ അല്ലെങ്കിൽ ഫ്ലോറിൽ എന്തെങ്കിലും കിടന്നിട്ട് നമ്മളത് ചവിട്ടിയോ ഏതിലേക്ക് വീഴുന്നുണ്ട്? ഗ്രൗണ്ടിലേക്കോ, ഗ്രൗണ്ട് ഫ്ലോറിലേക്കോ അല്ലെങ്കിൽ ലോവർ ലെവലിലേക്കോ എത്തുന്നതിനെയാണ് ഫാൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? എന്തെങ്കിലും തട്ടി വീഴുന്നത്, ഫർണിച്ചർ തട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചവിട്ടിയിട്ട് തിന്നി നമ്മൾ വീഴാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് എന്താണ് വീഴുന്നതിനെയാണ് നമ്മൾ ഫാൾ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് പേഷ്യൻസ് ഫാൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡേയ്സ് ഇൻടു 1000. ഓക്കെ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? നമ്പർ ഓഫ് പേഷ്യന്റ് ഫാൾസ് അല്ലെ, വീണ പേഷ്യൻസ് എത്ര എണ്ണമാണ്, അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡേയ്സ്. 100 ഡേയ്സിന്റെ കാര്യം 1000 ഡേയ്സ് ആണ്. അതിൽ എത്ര പേഷ്യൻസ്, എല്ലാവരും വീഴണമെന്നില്ല അല്ലെ. ചിലവരൊക്കെയാണ് അങ്ങനെ പെട്ടെന്ന് വീഴുന്നത്. ഫർണിച്ചർ തട്ടിയോ നമ്മൾ എന്തെങ്കിലും
ഗ്രൗണ്ടിലൊക്കെ ഇടുന്നിട്ട് ഫ്ലോറിലൊക്കെ ഇടുന്നിട്ട് എന്തെങ്കിലും നമ്മൾ തെന്നിയിട്ടോ അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര പേഷ്യന്റ് ആണോ അവിടെ നിലവിലുള്ളത് അവരുടെ ടോട്ടൽ എണ്ണം ഇൻറ്റു 1000. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. A near misses is an unplanned event that did not end in injury, illness, or damage, but had the power to do so. Error that did not result in patient harm but could have can be classified as near misses. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? നിയർ മിസ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തലനാരി ഇടയ്ക്ക് രക്ഷപ്പെടുക അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോ പെട്ടെന്ന് ഒരു വണ്ടി വന്ന് നമ്മൾ ഇടിക്കാൻ പോയി. അപ്പൊ നമ്മൾ എന്താ പറയാ? എന്ത് പറയും? എന്തെങ്കിലും പറയാറുണ്ടോ നിങ്ങള്? ഓ പിടിച്ചാനെ, അല്ലെങ്കിൽ എന്താണ് ജസ്റ്റ് മിസ് അല്ലെ? ഇപ്പൊ പോയാനെന്ന് പറയാം അല്ലെ. ഓക്കെ ഓക്കെ, ജസ്റ്റ് മിസ് അല്ലെ, ജസ്റ്റ് മിസ്സായി എന്ന് പറയാറുണ്ടല്ലേ നമ്മള്. അതുപോലെ തന്നെയാണ് ഇവിടെ നിയർ മിസ്സസ് എന്ന് പറയുന്നത്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം അല്ലെ. ഓക്കെ, അപ്പോ ഇവിടെ പേഷ്യൻസ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ജസ്റ്റ് മിസ് അല്ലെ, അല്ലെങ്കിൽ നിയർ മിസ്സസ് ആയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ ഒരു ഉദാഹരണം പറയാം. സർജറിക്ക് ഒരു പേഷ്യൻറ്റിനെ കയറ്റി സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കയ്യിലാണ് സർജറി, അല്ലെങ്കിൽ ഒരു ഷോൾഡറിലാണ് സർജറി ചെയ്യേണ്ടത്. അപ്പോ ഡോക്ടർ എന്ത് ചെയ്തു? പലരെയും നമ്മൾ സർജറി ചെയ്യേണ്ടതുണ്ടല്ലേ ആ ദിവസം ഡോക്ടേഴ്സിന്. അപ്പോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ പേഷ്യന്റിനെ കയറ്റിയപ്പോ ഇയാളുടെ സർജറി എന്ന് പറയുന്നത് ഷോൾഡറിലാണ് ചെയ്യേണ്ടത്. പെട്ടെന്ന് ഡോക്ടർ എന്ത് ചെയ്തു? സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ കൈയുടെ എന്താണ് റെസ്റ്റില് എന്ത് ചെയ്തു? സർജറി ചെയ്യാനായിട്ട് പോയി. പെട്ടെന്നപ്പോ അനസ്തേഷ്യസ്റ്റിന്റെ ശ്രദ്ധയിൽ പെടുകയും അദ്ദേഹം അത് എന്ത് ചെയ്തു? അദ്ദേഹം അത് പറഞ്ഞ് അത് കറക്റ്റ് ആക്കിയിട്ട് ഷോൾഡറിൽ തന്നെ ചെയ്യാനായിട്ട് ഇടവന്നു. ഓക്കെ, അപ്പൊ എന്താണ്? ജസ്റ്റ് മിസ്സായി അല്ലെങ്കിൽ നിയർ മിസ്സായിട്ട് പോയി അല്ലെ. മനസ്സിലായോ? അപകടം ഉണ്ടായാനേ, പക്ഷെ അതില് അപകടം ഉണ്ടായിരുന്നില്ല. അപകടം ഉണ്ടാക്കാനായിട്ടുള്ള പവർ ഉണ്ടായിരുന്നു അല്ലെ. അപകടം ഉണ്ടായാനേ അദ്ദേഹത്തിന്റെ അശ്രദ്ധയിൽ പെട്ടില്ലായിരുന്നെങ്കിൽ എന്താണ്? സർജറി മാറിപ്പോയാണ് അല്ലെ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? അപ്പോ നിയർ മിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപകടം ഉണ്ടാകാനായിട്ടുള്ള പവർ ഉണ്ടായിരുന്നു, പക്ഷെ അപകടം ഉണ്ടായില്ല. അപ്പൊ അങ്ങനെയുള്ള നിയർ മിസ് എന്ന കാറ്റഗറിയിലാണ് വരുന്നത് കേട്ടോ ഇത്. അപ്പോ പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് നമുക്ക് നോക്കാം. അതിന്റെ ഫോർമുല എന്താണ്? നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ് ഇൻറ്റു ചേർത്ത് കൊടുക്കാട്ടോ. അവിടെ നിങ്ങളുടെ ടെക്സ്റ്റില് ഇൻറ്റു ഉണ്ടായിരുന്നോ? ഇവിടെ സ്ക്രീനിൽ ഇൻറ്റു ഇല്ല. അപ്പൊ ഇല്ലാത്തവര് നമ്പർ ഓഫ് ഇൻസിഡൻസ് കറക്റ്റ് ആണല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ റിപ്പോർട്ടഡ് ഇൻറ്റു 100 അതിന്റെ റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിയർ മിസ് ആയിട്ട് പോയിട്ടുള്ള റേറ്റുകളാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ് അല്ലെ. എന്താണ്? എത്ര എണ്ണം നിയർ മിസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അപകടം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു, പക്ഷെ എന്താണ്? ജസ്റ്റ് മിസ്സായി പോയല്ലേ, അങ്ങനെ രക്ഷപ്പെട്ടു പോയി. അതിന്റെ നമ്പർ എത്രയാണ്? എത്ര പേഷ്യൻസിന് അങ്ങനെ വന്നിട്ടുണ്ട്? അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ് അല്ലെ. അവിടെ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളുടെ എണ്ണം. ഓക്കെ, അവിടെ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളുടെ എണ്ണം, അതിനകത്ത് എത്ര എണ്ണം നിയർ മിസ് ആയിട്ട് പോയിട്ടുണ്ട്? ഓക്കെ, അതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് എന്താണ്? ഇൻറ്റു 100 ചേർത്ത് കൊടുക്കുക. ക്ലിയർ ആയോ? നമ്പർ ഓഫ്, അവിടെ നമ്പർ ഓഫ് എന്നുള്ളത് ഒരു കോമയാണ്, അത് കുത്താണ് കേട്ടോ. അവിടെ പോയിന്റ് ആണ്, അതും കൂടി ഒന്ന് ഓർക്കാം. ഒന്ന് വായിച്ചു നോക്കി. 28ഉം 29ഉം വായിച്ചു നോക്കാം.
ക്ലിയർ ആയോ രണ്ട് ഫോർമുലയും? ഓക്കെ ആണോ? എന്താണ് ബഷീറ, എന്താ പ്രശ്നം? ഓക്കെ ഓക്കെ 1 മിനിറ്റ്. ആ പറഞ്ഞോ. ഹലോ മിസ്, ആ ഈ 1000 വരുന്നത് പെർ ഡേ 1000 പേഷ്യൻസ് ആണോ ഉദ്ദേശിക്കുന്നത്? പേഷ്യന്റ് ഡേയ്സ് 1000 പേഷ്യന്റ് ഡേയ്സ് കേട്ടോ. 1000 ഡേയ്സ് ആണ് അല്ലേ? ഓക്കെ മാം. പെർസെന്റേജ് ആകുമ്പോഴാണ് അവിടെ 100 വരുന്നത് കേട്ടോ. ഇവിടെ കണ്ടില്ലേ നിയർനെസ് എന്ന് പറഞ്ഞിട്ട് അവിടെ പെർസെന്റേജ് ആണ്. അപ്പൊ നമ്മുടെ 100 ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ തരുന്നത് എന്താണ്? 1000 പേഷ്യന്റ് ഡേയ്സ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് 1000 ആയിട്ട് അവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ മാം. ഞാൻ ഇത്ര ദിവസം റെക്കോർഡ് ക്ലാസ് ആണ് വയ്യാത്ത കാരണം കേട്ടിരുന്നു. അപ്പൊ അതില് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്ത് പറ്റി റെക്കോർഡ് ക്ലാസ് കണ്ടേ? അങ്ങനെ മോനിക്ക് വയ്യാത്ത കാരണം അഡ്മിറ്റ് ആയിരുന്നു. അഡ്മിറ്റ് ആയിരുന്നു അല്ലേ? ഓക്കെ. എന്ത് പറ്റി? പനിയായിരുന്നോ? പനി, ചുമ. എനിക്കും 2 പിള്ളേർക്കും അതെ. ഓക്കെ ഓക്കെ. മിസ്സിന്റെ മോളും അഡ്മിറ്റ് ആണ്. ആൾക്കിപ്പോ 5ാം പനിയായിട്ടേ 5ാം പനി ആരംഭമായിട്ട് വന്നിട്ട് ഇന്നലെ അഡ്മിറ്റ് ആയി. 2 ദിവസമായി അഡ്മിറ്റ് ആയിട്ട്. അപ്പൊ അവിടെ നിന്നാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ അങ്ങോട്ട് പോകും. അപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടാണ് ക്ലാസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടും. ഇത്തിരി ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല. ഇപ്പോ 5 ദിവസം കഴിയുമ്പോഴാണല്ലോ ഇത് സാധനം പൊന്തുന്നത് ശരീരത്തിൽ നിന്ന്. അപ്പോ 5 ദിവസം കഴിഞ്ഞ ആഴ്ച തൊട്ട് പനി ഉണ്ടായിരുന്നു ആൾക്ക്. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി 5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ പൊന്തി തുടങ്ങി. തടിച്ച് പൊന്താനായിട്ട് തുടങ്ങി. ചുമന്ന രീതിയിലേ ഉറുമ്പൊക്കെ കടിക്കില്ലേ അങ്ങനെ. അപ്പോ ഡോക്ടർ പറഞ്ഞു 5ാം പനിയുടെ ആരംഭമാണ്. അപ്പൊ അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞു. 2 ദിവസമായിട്ട് അഡ്മിറ്റ് ആണ്. അതുപോലെ തന്നെ മദർ ഇൻ ലോയും അഡ്മിറ്റ് ആണ് വേറെ ഹോസ്പിറ്റലിൽ. അത് പനിയും കഫക്കെട്ടൊക്കെ ആയിട്ട് ന്യൂമോണിയയുടെ ആരംഭമുണ്ട്. അപ്പോ മദർ ഇൻ ലോനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും. കൊച്ചിനെ ഡിസ്ചാർജ് ചെയ്യുമോന്ന് ഡൗട്ട് ഉണ്ട്. പിന്നെ ഇപ്പൊ ഡോക്ടർ വന്നപ്പോ നഴ്സുമാര് ടെമ്പറേച്ചർ നോക്കിയപ്പോ 100 ഉണ്ട് ഡിഗ്രി. മോഡേൺ കൊടുങ്ങല്ലൂര്, ഇവിടെ അടുത്ത് തന്നെയാണ്, കൊടുങ്ങല്ലൂരാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ക്ലാസ് എടുക്കാനും ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് പിന്നെ ക്ലാസ് എടുത്ത് അല്ലെങ്കിൽ നമ്മുടെ പോർഷൻ തീരുന്നില്ല. അപ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് ഓട്ടോണ്. അതാണ് രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പിന്നെയും തിരികെ പോകും. ഓക്കെ. 6 വയസ്സ് 1ൽ പഠിക്കുന്നു. ഇപ്പൊ എല്ലായിടത്തും പനിയുണ്ടല്ലോ. അപ്പൊ അവര് ചോദിച്ചായിരുന്നു, ഡോക്ടേഴ്സ് ചോദിച്ചായിരുന്നു 9ാം മാസത്തിൽ നമ്മള് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക്. പക്ഷെ അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലാണ് പനി വരുന്നത്. അപ്പൊ കുട്ടികളൊക്കെ ശ്രദ്ധിക്കാട്ടോ. ഇപ്പൊ സ്കൂളുകളിൽ നിന്നൊക്കെ ആയിരിക്കും കിട്ടിയിരിക്കുന്നത് എന്ന് പറയണേനെ. പലതരത്തിലാണ് ഇപ്പൊ പനി വരുന്നത്. അപ്പൊ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൊ കുട്ടികളൊക്കെ സൂക്ഷിക്കാം. ഓക്കെ ഓക്കെ. മോനിപ്പോ കുഴപ്പമില്ലല്ലോ ബെൻഷീറ? ഡിസ്ചാർജ് ചെയ്തായിരുന്നോ? ഓക്കെ. ഇപ്പോ ആൾക്ക് പനി ഉണ്ട്, കുഞ്ഞിന് പനിക്കുന്നുണ്ട്. തടിപ്പൊക്കെ കുറഞ്ഞു ഇപ്പോ, പക്ഷെ പനിക്കുന്നുണ്ട്. അത് എന്താന്ന് അറിയില്ല ഇപ്പൊ. എന്റെ മമ്മിയുണ്ട്. എന്റെ മമ്മിയാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ മദറിൽ അവിടെ അടുത്ത് ഹസ്ബൻഡ് നിൽക്കും. അച്ഛനും ഉണ്ട്. അപ്പൊ അങ്ങനെ. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഫോർമുല നോക്കാം ട്ടോ. ഇനി 30th വൺ നോക്കാം നമുക്ക്. 30ാമത്തെയാണ് നമ്മൾ പറയാൻ പോകുന്നത്.
ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി. എന്തായിരിക്കാം നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറഞ്ഞാല്? പറയാൻ പറ്റും എന്താണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി? ഗസ് ചെയ്യാൻ പറ്റും? നീഡിൽ കൊണ്ട് ഉണ്ടാവുന്ന മുറിവല്ലേ? ഓക്കെ, വെരി ഗുഡ്. എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്റ്റ്, ചിലപ്പോ കത്തി അല്ലെങ്കിൽ കത്രിക, ബ്ലേഡ് അല്ലെ, ഇതൊക്കെ നമ്മള് നീഡില് അല്ലെ, സൂചി കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന ഷാർപ്പ് ഒബ്ജക്ട്സുകൾ കൊണ്ട് ഇഞ്ചുറീസ് അല്ലെ, മനഃപൂർവ്വമല്ലാതെ ആക്സിഡന്റലി സംഭവിക്കുന്നതാവാം അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ ആക്സിഡന്റലി സംഭവിക്കുമ്പോ എന്തുണ്ടാവും? ആ നീഡില് അല്ലെങ്കിൽ സൂചി കൊള്ളുമ്പോ എന്തുണ്ടാവും? അവിടെ ഇപ്പൊ നമ്മുടെ കൈകളിലാണെങ്കിൽ ഇവിടെ മുറിവുണ്ടാവും അല്ലെ, ഒരു സുഷിരം വരും. ആ സുഷിരത്തിൽ നിന്ന് എന്താ വരാ? എന്ത് വരും? മുറിഞ്ഞു എന്ന് അറിയണത് എങ്ങനെയാണ്? ബ്ലഡ് വരും അല്ലേ? ബോഡി ഫ്ലൂയിഡ്സ് വരും അല്ലെ. ഓക്കെ, ബ്ലഡ് വരും. ഓക്കെ, അത് അങ്ങനെ അറിയുമ്പോഴാണ് എന്ത് അവിടെ മുറിവുണ്ടായി എന്നറിയുന്നത് അല്ലെ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി. അതിന്റെ ഫോർമുലയാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഈസ് എ പെർഫോറേറ്റിംഗ് സ്റ്റാബ്. സ്റ്റാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഷിരം. Stab wound from a needle that may result in exposure to blood or other body fluids. Needle stick injury are wounds caused by needles that accidentally puncture the skin. അല്ലെ, ഇപ്പൊ needle stick injury എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തില് ആക്സിഡന്റലി സംഭവിക്കുന്നത് അല്ലെ, മനഃപൂർവ്വമല്ലാതെ അറിയാതെ സംഭവിക്കുന്നതാണ്. അങ്ങനെ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റാബ് അല്ലെ, സുഷിരം ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം അതിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? ഫ്ലൂയിഡ്സ് അല്ലെ, ബ്ലഡുകള് വരാനായിട്ട് ഇടവരും. ഓക്കെ, ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് പാരന്റൽ എക്സ്പോഷേഴ്സ് divided by number of inpatient days into 1000. ക്ലിയർ ആയോ? നമ്പർ ഓഫ് പാരന്റൽ എക്സ്പോഷേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എനി ഇഞ്ചുറി കോസ്ഡ് ബൈ എനി ഷാർപ്പ് ഒബ്ജക്ട്സ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഷാർപ്പ് ഒബ്ജക്ട്സ് കൊണ്ട് ഉണ്ടാകുന്ന മുറിവ്, അതിനെയാണ് പാരന്റൽ എക്സ്പോഷേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ പാരന്റൽ എക്സ്പോഷർ എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്, ഷാർപ്പ് ഒബ്ജക്ട്സ് കൊണ്ട് എത്ര മുറിവ് എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട്, അവിടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡേയ്സ് അല്ലെ, അവിടെ എത്ര പേരാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്, അവരുടെ ടോട്ടൽ എണ്ണം ഇൻടു 1000. ഇനി 31 നോക്കാം. Appropriate handovers during shift changes to be done separately for the nurse and doctors per patient per shift. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ എന്താണ്, നമുക്കറിയാം ഡ്യൂട്ടി, ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഉണ്ടാവും അല്ലെ. കാലത്ത് നിൽക്കുന്ന സ്റ്റാഫുകളായിരിക്കില്ല രാത്രി ഉണ്ടാകുന്നത്. അവർക്ക് എന്താണ്, ഡ്യൂട്ടീസ് ചേഞ്ച് ചെയ്യും. അങ്ങനെ ഡ്യൂട്ടീസ് ചേഞ്ച് ചെയ്യുമ്പോ എന്ത് ചെയ്യാറുണ്ട്? ഇപ്പൊ അഡ്മിറ്റ് ആയവർക്ക് അറിയാൻ പറ്റും എന്താണ്, നമുക്ക് മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാവും അല്ലെ, പേഷ്യൻസ് രജിസ്റ്റർ, മെഡിക്കൽ റെക്കോർഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഡോക്ടേഴ്സ് ഇപ്പൊ റൗണ്ട്സിനൊക്കെ വരുമ്പോ ചാർട്ട് ചെയ്യും നമ്പേഴ്സ് അല്ലെ, ചാർട്ട് ചെയ്യും മെഡിസിൻസ്. കറക്റ്റ് ആയിട്ട് അതെന്ത് ചെയ്യണം? ഇപ്പൊ കാലത്ത് വരുന്ന എന്താണ് നഴ്സുമാര് കറക്റ്റ് ആയിട്ട് ഇത്ര നേരം മരുന്ന് കൊടുത്തു എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അതിൽ റെക്കോർഡ് ചെയ്യണം. എന്നാലേ എന്താണ്, വൈകുന്നേരം വരുന്ന നഴ്സുമാർക്ക് അത് കറക്റ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്ത് അവർക്ക് അടുത്ത ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അടുത്ത മരുന്നുകൾ കറക്റ്റ് ആയിട്ട് ആ ഓർഡറിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് ആ ഹാൻഡ് ഓവർ ചെയ്യുന്നത് പാരന്റൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാല് ഷാർപ്പ് ഒബ്ജക്ട്സ് കൊണ്ട് ഉണ്ടാകുന്ന ഇഞ്ചുറീസ്, അതിനെയാണ് പാരന്റൽ എക്സ്പോഷേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇവിടെ പറയുന്നത് എന്താണ്? അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മള് ഡ്യൂട്ടീസ്, കറക്റ്റ് ആയിട്ട് ആ റെക്കോർഡുകൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളവരുടെ എണ്ണമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
ക്ലിയർ ആയോ? അതിന്റെ പെർസെന്റേജ് കേട്ടോ, മനസ്സിലായോ? കാലത്തുണ്ടാകുന്ന നേഴ്സുമാര് കറക്റ്റ് ആയിട്ട് എന്താണ് മരുന്നിന്റെ കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റ് ആയിട്ട്. ഓക്കെ, ഉചിതമായിട്ട് ഹാൻഡ് ഓവർ ചെയ്തതിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർമുല നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി divided by total number of hand over opportunities into 100. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉചിതമായിട്ട് എത്ര എണ്ണമാണ് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, അതിന്റെ ടോട്ടൽ നമ്പർ. അപ്രോപ്രിയേറ്റ്ലി എന്ന് പറഞ്ഞാൽ ഉചിതമായി, ഉചിതമായിട്ട് എത്ര എണ്ണമാണ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, അവസരങ്ങൾ, ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുടെ ആകെ എണ്ണം ഇൻറ്റു 100. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ നോക്കാം കേട്ടോ. കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. ഓക്കെ, നമ്മള് പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതുമ്പോ ഏത് ലെറ്റേഴ്സിലാണ് എഴുതുന്നതെന്ന് അറിയോ? ഏത് ലെറ്റേഴ്സിൽ എഴുതണം അറിയോ? പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോ ക്യാപിറ്റൽ ആണോ സ്മോൾ ആണോ? ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് അവർ എഴുതുന്നത് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് അബ്രിവേഷൻ അല്ലെ, ചുരുക്കി ഷോർട്ട് ഫോംസില് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതേണ്ടത്. അപ്പോ അങ്ങനെ പാലിക്കുന്നവരുടെ റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ കംപ്ലൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കംപ്ലൈന്റ് അല്ല, പാലിക്കുക എന്നാണ് അർത്ഥം. മനസ്സിലായോ? മെഡിക്കേഷൻ, മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോ കറക്റ്റ് ആയിട്ട് ആ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുന്നവരുടെ റേറ്റ്, ആ പാലിക്കുന്നവരുടെ റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഫോർമുല നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻസ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് divided by total number of prescriptions into 100. അറിയാലോ എത്ര എണ്ണത്തില് കറക്റ്റ് ആയിട്ട് പ്രിസ്ക്രിപ്ഷനുകളിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ. ഇനി എത്ര പ്രിസ്ക്രിപ്ഷനുകൾ ഉണ്ട്, ചിലവരൊന്നും ചിലപ്പോൾ എഴുതില്ലല്ലേ. ചില ഡോക്ടേഴ്സ് ഒക്കെ നമുക്കറിയാം എന്താണ് പ്രിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല അവിടെ എഴുതുന്ന കാര്യങ്ങളൊക്കെ അല്ലെ. ഓക്കെ, ചിലവര് എന്താണ് ഷോർട്ട് ഫോംസില് ക്യാപിറ്റൽ ലെറ്റേഴ്സിലൊക്കെ എഴുതുന്നവരുണ്ടാവാം. അപ്പൊ അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ പാലിക്കുന്നവരുടെ റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ ടോട്ടൽ പ്രിസ്ക്രിപ്ഷൻസിൽ എത്ര എണ്ണം ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പാലിച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ കൺസെപ്റ്റ്? അതാണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, എത്ര എണ്ണം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്, അത് ഡിവൈഡഡ് ബൈ എത്ര പ്രിസ്ക്രിപ്ഷനുകളാണുള്ളത്, അതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഓക്കെ, 3 ഫോർമുലാസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
നെക്സ്റ്റ് പോർഷൻ നോക്കാം കേട്ടോ. അപ്പോ ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ് മിസ് ഒന്ന് റിലൈൻ ചെയ്ത് തരാം. ഓക്കെ, നമ്മൾ ഇന്നെടുത്തതില് 28 31 പറയുമ്പോ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, മാർക്ക് ചെയ്ത് വെക്കാം. 28, 31, 32 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മിസ് ഒന്ന് ആദ്യം മുതലൊന്ന് പറഞ്ഞു തരാം ഫോർമുലാസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിന്റെ നമ്പർ മിസ് വായിക്കാം, കറക്റ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇന്നലെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, ഫസ്റ്റ് പേജ് എടുക്കാം കേട്ടോ. ഫസ്റ്റ് വൺ തുടങ്ങി എടുക്കാം, മാർക്ക് ചെയ്ത് വെക്കാം. ഫസ്റ്റ് വൺ, the time taken for initial assessment. The time taken for initial assessment. Next, നാലാമത്തെ, medication errors rate. Medication errors rate. Next, ഏഴാമത്തെ, percentage of unplanned return to OT. ഏഴാമത്തെ ആണ് percentage of unplanned return to OT. Next, ഒൻപതാമത്തെ, percentage of transfusion reactions. Percentage of transfusion reactions. Next, 10th one, standardized mortality ratio for ICU. 10th one, standardized mortality ratio for ICU. Next, 14, ventilator associated pneumonia rate. Ventilator associated pneumonia rate. Next, 16, surgical site infection rate. Surgical site infection rate. 17, hand hygiene complaints rate. Hand hygiene complaints rate. Next, 19, percentage of rescheduling of surgeries. Percentage of rescheduling of surgeries. 21, nurse patient ratio for ICUs and wards. 21, nurse patient ratio for ICUs and wards. 23, waiting time for diagnostics. 23, waiting time for diagnostics. 24, time taken for discharge. Time taken for discharge. 28, patient fall rate. Patient fall rate. ഇനി അതുപോലെ 31, appropriate handovers during shift changes to be done separately for doctor and nurse per patient per shift. 31. Next, last one, 32, complaints rate to medication prescription in capitals. 32. ഇത്രയും ഭാഗങ്ങളാണ് സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഇത്രയും ഫോർമുലാസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിക്കേണ്ട ഒരു എളുപ്പ വഴി എന്താണ്, ന്യൂമറേറ്റർ നോക്കാം കേട്ടോ. അതും അതുപോലെ തന്നെ അതിന്റെ ഹെഡിങ്ങും
സെയിം ആയിട്ടാണ് വരുന്നത്. അത് നോക്കി കറക്റ്റ് ചെയ്ത് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് നോക്കാം, ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഓക്കെ, ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ചുമതലകള്, ജോലികള് എന്തൊക്കെയാണ് എന്നുള്ളതാണ് താഴെ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. The total quality manager in hospital should be support the quality assurance programs at the hospital and be accountable for designing and establishing quality procedures, standards and specifications in hospital. ഇവിടെ പറയുന്നത് എന്താണ്, ഈ ക്വാളിറ്റി അഷൂറൻസ് പ്രോഗ്രാംസുകളുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ പിന്തുണയ്ക്കേണ്ടത് ആരാണ്? ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്യേണ്ടതും അതിന്റെ പ്രൊസീജിയേഴ്സ് ആയാലും സ്റ്റാൻഡേർഡ്സ്, ഓരോ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ആയാലും കറക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യേണ്ടത് ആരാണ്? ഈ ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. He or she must encourage quality improvement in all the processes and the procedure of the hospital and share reports. ഇവിടെ പറയുന്നത് നല്ലൊരു സർവീസ് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ, ക്വാളിറ്റി ഉള്ള സർവീസ് കൊടുക്കണമെങ്കിൽ ക്വാളിറ്റി നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ടല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളായാലും പ്രവർത്തനങ്ങളായാലും അതുപോലെ തന്നെ എന്താണ് ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടിമാരുടെയാണ്, ഈ ക്വാളിറ്റി മാനേജറുടെ ആണ്. ഇനി നെക്സ്റ്റ് നോക്കാം, ഒരു 13 നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോ കീ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതെന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം, ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം. First one നോക്കാം, ensuring good quality non-clinical services such as infection prevention, security, diet, etc. അപ്പൊ എന്താണ് നോൺ ക്ലിനിക്കൽ സർവീസസുകളാണ് എന്തൊക്കെയെന്ന് പറയുന്നത്? ഈ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ്, ഇതൊക്കെയാണ് നോൺ ക്ലിനിക്കൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്വാളിറ്റി ഉറപ്പുവരുത്തുക. നോൺ ക്ലിനിക്കൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ക്വാളിറ്റി നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതാരുടെ ഡ്യൂട്ടിയാണ്? ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. എൻഷുറിംഗ് ക്ലീൻ സറൗണ്ടിങ്സ്, OPD areas, wards, labor room, OT and patient amenities and outsourced services. Okay, അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ക്ലീനിങ് സറൗണ്ടിങ്സ് അല്ലെ. ഏതിലൊക്കെയാണ് സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ OPD ഏരിയാസ്, അതുപോലെ വാർഡുകള്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ തന്നെ പേഷ്യൻസിന് പേഷ്യന്റ് ഇമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മ്യൂണിറ്റി എന്തായിരിക്കും? ഇമ്മ്യൂണിറ്റി എന്താ? നമ്മള് മറ്റേ കമ്പോണന്റിൽ പഠിച്ചതാണല്ലോ ഇമ്മ്യൂണിറ്റീസ്. എന്തായിരുന്നു മീനിങ് പറഞ്ഞത് മിസ്? ഓർമ്മയില്ല? ഓക്കെ, ഇമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാല് സൗകര്യങ്ങൾ കേട്ടോ, ഫെസിലിറ്റീസ്, സൗകര്യങ്ങള്, പേഷ്യൻസിന് കൊടുക്കുന്ന സൗകര്യങ്ങള്, അതുപോലെ ഔട്ട്സോഴ്സ്ഡ് സർവീസസ് അല്ലെ. നമ്മൾ ഹൗസ് കീപ്പിംഗിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഔട്ട്സോഴ്സ്ഡ് സർവീസസ് എന്തായിരുന്നു? കോൺട്രാക്ട് കൊടുത്ത് നമ്മള് കൊടുക്കുന്ന അല്ലെ, ഔട്ട്സോഴ്സ്ഡ്. ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ ഏജൻസിയുമായിട്ട് ഉൾപ്പെടുന്നതാണ് ഔട്ട്സോഴ്സ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള എല്ലാത്തിലും OPD ഏരിയാസ്, വാർഡുകള്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്ററില്, അതുപോലെ എന്താണ് ഔട്ട്സോഴ്സ് സർവീസസ്, അതുപോലെ പേഷ്യന്റിന് കൊടുക്കുന്ന സൗകര്യങ്ങൾ, ഇതിലൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? കറക്റ്റ് ആയിട്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു അന്തരീക്ഷം അല്ലെ, ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലീൻ സറൗണ്ടിങ്സ് അല്ലെ, എന്താണ് വൃത്തിയുള്ള ഒരു അന്തരീക്ഷം നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അത് കറക്റ്റ് ആയിട്ടുണ്ടോ, ക്വാളിറ്റിയോടെയാണോ സർവീസ് ചെയ്യുന്നത്, ക്ലീൻ എൻവയോൺമെന്റ് ആണോ എന്നുള്ളത് ആര് നോക്കണം? ക്വാളിറ്റി മാനേജർ നോക്കണം. Periodically evaluation of hospitals on quality checklist and each at a
സ്കോർ ഫോർ ദ ഫെസിലിറ്റി. അപ്പൊ എന്താ പറയുന്നത്, പീരിയോഡിക്കലി നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെ, അവിടെ കൊടുക്കുന്ന സേവനങ്ങളില് എന്താണ് അത് സ്റ്റാൻഡേർഡ് സ്കോർസിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പീരിയോഡിക്കലി ഈ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ക്വാളിറ്റി മാനേജർ ശ്രദ്ധിക്കണം, ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് പീരിയോഡിക്കലി ഇവാലുവേറ്റ് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഫെസിലിറ്റീസിന്റെ സ്റ്റാൻഡേർഡ് സ്കോറിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇനി നെക്സ്റ്റ് ആണ് ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ്. ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പിനെ പറയുന്ന മറ്റൊരു പേരാണ് ഗ്യാപ്പ് അനാലിസിസ്. ഡെവലപ്പ് ആക്ഷൻ പ്ലാൻ അണ്ടർ ദി സൂപ്പർവിഷൻ ഇൻ ചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് മോണിറ്റർ കംപ്ലൈന്റ്സ്. അപ്പോ ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ അല്ലെ, അവിടുത്തെ ആവശ്യങ്ങൾ നമ്മൾ വിലയിരുത്തി അവിടെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇനി വരാനുള്ള സർവീസുകൾ എങ്ങനെയാണ് അല്ലെ. ഹോസ്പിറ്റലിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് തുടർന്നു കൊണ്ടുപോകുന്ന ടെക്നോളജീസ് ഉണ്ടാവും, നിലവിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അല്ലെ പുതിയ ടെക്നോളജീസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ നിലവിലുള്ള സർവീസുകളായാലും വരാൻ പോകുന്ന സർവീസുകളായാലും എങ്ങനെയാണെന്നുള്ളത് വിലയിരുത്തി അതെല്ലാം തമ്മിൽ കമ്പയർ ചെയ്യും. ഇപ്പോഴുള്ളതും നിലവിൽ വരാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി എന്താ പറയുന്നത്, അങ്ങനെ നമ്മള് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഇൻചാർജ് അല്ലെ, അവിടെ കൊടുത്തിട്ടുണ്ട് ഇൻചാർജ് ഓഫ് ദി ഹോസ്പിറ്റൽ ആൻഡ് മോണിറ്റർ കംപ്ലൈന്റ്സ് അല്ലെ. അപ്പൊ എന്താണ്, ഹോസ്പിറ്റലിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഇൻചാർജ് ആയിട്ടുള്ള വ്യക്തിയുടെ മേൽനോട്ടത്തില് ആക്ഷൻ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുകയും അത് കൃത്യമായിട്ട് ഹോസ്പിറ്റലുകളിൽ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കുകയും വേണം. ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, 4 കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. 4 പോയിന്റ്സും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾ വിലയിരുത്തി അവിടുത്തെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതുപോലെ ഇനി വരാൻ പോകുന്ന സർവീസുകൾ എങ്ങനെയാണ്, അതെല്ലാം ഈ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യും. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതും അതുപോലെ ഇനി വരാൻ പോകുന്നതായിട്ടുള്ള സർവീസുകൾ കമ്പയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അതിനെയാണ് ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഗ്യാപ്പ് അനാലിസിസ്. അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട് ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഇൻചാർജ് ആയിട്ടുള്ള വ്യക്തിയുടെ മേൽനോട്ടത്തിൽ ഒരു ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യുകയും അത് കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അതാണ് ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആയോ?
ഓക്കെ, 4 പോയിന്റും ക്ലിയർ ആയല്ലേ? ഇനി നമുക്ക് 5ാമത്തെ പോയിന്റ് നോക്കാം. 5ാമത്തെ പോയിന്റ് എന്താണ്? ഫെസിലിറ്റേറ്റർ conduct a meeting related to quality certification. ആരാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ തരുന്നത്? ഓർമ്മയുണ്ടോ? ആരാണ് ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സർട്ടിഫിക്കേഷൻ തരുന്നത് ഹോസ്പിറ്റലുകൾക്ക്? ആരായിരിക്കും? ഓർമ്മയില്ലേ? ആരെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നാബ് ഉണ്ട്. നാബ് മാത്രമുള്ളോ? വെരി ഗുഡ്. JCI അല്ലേ? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. JCIയും അതുപോലെ നാബുമാണ് സർട്ടിഫിക്കേഷൻ അല്ലെ, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ നമുക്ക് തരുന്നത് അല്ലെ. ഓക്കെ, അങ്ങനെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവരുമായിട്ടല്ലേ, അവര് വന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യണം അല്ലെ, ഏജൻസികള്. ഓക്കെ, അപ്പോ അവരുമായിട്ട് നമ്മളൊരു മീറ്റിംഗ് നമ്മുടെ ഹോസ്പിറ്റലിൽ കണ്ടക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോ മീറ്റിംഗിന് വേണ്ട എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കുന്നത് ആരായിരിക്കണം? ഈ ക്വാളിറ്റി മാനേജർ ആണ്. മനസ്സിലായോ? അതാണ് 5ാമത്തെ പോയിന്റിൽ പറയുന്നത്. ഫെസിലിറ്റേറ്റ് കണ്ടക്ട് എ മീറ്റിംഗ് റിലേറ്റഡ് ടു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നമ്മള് നാബ് അതുപോലെ JCIയുമായിട്ടൊക്കെ നമ്മള് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ കണ്ടക്ട് ചെയ്യുമ്പോൾ അവരുമായിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും അതിനുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ഇനി 6th പോയിന്റ് നോക്കാം. Ensure that the hospital meets all regulatory complaints like BMW waste management അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, blood bank or storage license, AERB regulations, radiation license, etc. ഇപ്പോ ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ ബ്ലഡ് ബാങ്കുകൾ ഉണ്ട്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ട് അല്ലെ. ഓക്കെ, നമുക്ക് ഇപ്പോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ എന്താണ്? വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ, കറക്റ്റ് ആയിട്ട് നമ്മൾ ഓരോ പ്രൊസീജിയറും കാര്യങ്ങളും അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് അത് ചെയ്യാനായിട്ടുള്ള ലൈസൻസ് അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിലും എന്താണ്? ബ്ലഡ് കമ്പോണൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൈസൻസ് എടുക്കണം. ഇനി അതുപോലെ തന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് നമ്മൾ എന്ത് ചെയ്യണം? ഈ റേഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട ലൈസൻസ് അവർക്കും കൊടുക്കണം നമ്മൾ. ഓക്കെ, അപ്പൊ അങ്ങനെ ലൈസൻസ് കൊടുക്കുന്നുണ്ട് ഈ 3 കാര്യങ്ങൾക്കും. ബ്ലഡ് ബാങ്കിനായാലും അതുപോലെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനായാലും വേസ്റ്റ് മാനേജ്മെന്റിനായാലും ലൈസൻസുകൾ അത്യാവശ്യമാണ്. ലൈസൻസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനും ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള എന്തുണ്ട്? നിയന്ത്രണങ്ങൾ, കൺട്രോളുകൾ ഉണ്ട് കേട്ടോ, കൺട്രോളുകൾ ഉണ്ട്. അപ്പോ ഇവിടെ പറയുന്നത് എല്ലാ കാര്യങ്ങളും AERB ആയാലും ബ്ലഡ് ബാങ്കിനായാലും ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന് മുതലായവ പോലുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഹോസ്പിറ്റലുകളിൽ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താം. ഈ കാര്യങ്ങൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അതുപോലെ ബ്ലഡ് ബാങ്ക് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് ഉള്ള ആ നിയന്ത്രണങ്ങൾ, കൺട്രോൾസുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ കറക്റ്റ് ആയിട്ട് അവര് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ഇനി എന്താണ്? കീപ് ദ റെക്കോർഡ് ഓഫ് നോൺ ഫങ്ഷണൽ ഡിവൈസസ് ആൻഡ് ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയർ അലോങ് വിത്ത് AMC ഫോർ ഓൾ എക്യുപ്മെന്റ്സ്. ഇവിടെ എന്താ പറയുന്നത്? നോൺ ഫങ്ഷണൽ ഡിവൈസസ് അല്ലെ, നോൺ ഫങ്ഷൻ വർക്ക് കാര്യങ്ങളാവാത്ത അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാത്ത ഡിവൈസുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സമയബന്ധിതമായിട്ട് അത് റിപ്പയർ ചെയ്യണം. കറക്റ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് റിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ചെയ്യണത് അത്യാവശ്യമാണ്. ഇനി എന്താണ്? അതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കാം കേട്ടോ. ക്വാളിറ്റി ആണോ അല്ലെ, നമുക്ക് കറക്റ്റ് ആയിട്ട് രോഗികൾക്ക് നല്ല രീതിയിൽ സർവീസ് കൊടുക്കണം അല്ലെ. ഓരോ മെഷീനുകളൊക്കെ എന്താണ്?
റേഡിയോളജി പല പല സ്കാനിങ്ങുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താണ് ആ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ ഒരു സ്റ്റാൻഡേർഡ് നിലവാരത്തിൽ പോകാനായിട്ട് ഇടവരില്ല, അല്ലെങ്കിൽ രോഗികൾ അവിടെ വരില്ല അല്ലെ, നിലവാരമില്ലാത്ത ഹോസ്പിറ്റലാണെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നോക്കി നടത്തേണ്ട അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം ക്വാളിറ്റി മാനേജറുടേതാണ്. ഇനി പറയുന്നത് നെക്സ്റ്റ് നോക്കാം, പ്ലാനിങ് ആൻഡ് വർക്ക് ഔട്ട് modalities towards the upliftment, prevent maintenance of equipments and vehicles and modernization of hospitals. ഇവിടെ പറയുന്നത് എന്താണ്, പ്ലാനിങ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാനായിട്ടുള്ള അല്ലെ, ഇപ്പോ ഉന്നമനം ഉണ്ടാവും അല്ലെ, ഈ ഹോസ്പിറ്റലുകൾക്ക് നല്ല രീതിയിൽ മോഡേണൈസേഷൻ വരുത്താനായിട്ട് നവീകരിക്കാനായിട്ടും, അതുപോലെ പല പല വെഹിക്കിൾസിന്റെ മെയിൻ്റനൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ അപ്ലിക്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉന്നമനം, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യേണ്ട ഡ്യൂട്ടിയും ആരുടേതാണ്, ഈ ക്വാളിറ്റി മാനേജറുടേതാണ്. ഇനി എന്താണ്, ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് എഫക്റ്റീവ് grievances redressal system for both for employees and the patients. പേഷ്യൻസിന് ഉണ്ടാവും, അതുപോലെ തന്നെ അവരുടെ എംപ്ലോയീസിനും അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും എന്തുണ്ടാവും, പരാതി പരിഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പരാതികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ക്വാളിറ്റി മാനേജർ ആണ് അതൊക്കെ പരിഹരിച്ച് തീർക്കേണ്ടത്. ഇനി എന്താണ്, സ്ട്രെങ്തൻ ദ ഹോസ്പിറ്റൽ MIS. MIS എന്ന് പറഞ്ഞാൽ എന്താണ്, മാനേജ്മെന്റ് ഓഫ് സിസ്റ്റം, മാനേജ്മെന്റ് ഓഫ് സിസ്റ്റം. അതുപോലെ KPI അറിയാലോ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് റിപ്പോർട്ട് ആക്ഷൻസ് ടേക്കൻ. എന്താ പറയുന്നത്, മാനേജ്മെന്റ് ഓഫ് സിസ്റ്റംസും അതുപോലെ തന്നെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് മുതലായ ഇടങ്ങളെല്ലാം സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുക, സ്ട്രെങ്തൻ ചെയ്യാൻ എത്ര ആക്ഷൻ പ്ലാൻ എടുക്കണം എന്നുള്ളതും റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വവും ആരുടേതാണ്, ക്വാളിറ്റി മാനേജറുടേതാണ്. ഇനി കോർഡിനേറ്റ് ഇൻ അസംബ്ലി അസിസ്റ്റിംഗ് അതോറിറ്റി, കോർഡിനേറ്റ് ഇൻ അസിസ്റ്റിംഗ് അതോറിറ്റി. ഇവിടെ പറയുന്നത് അതോറിറ്റിയെ അസിസ്റ്റ് ചെയ്യുന്നതില് കോർഡിനേറ്റ് ചെയ്യണം. നമുക്കറിയാം NABH, NAB, അതുപോലെ JCI ഒക്കെയാണ് സർട്ടിഫിക്കേഷൻ അതോറിറ്റികൾ അല്ലെ, സർട്ടിഫിക്കറ്റ് തരുന്ന അധികാരികൾ അല്ലെ. അപ്പൊ അവർക്ക് അവരെ വരുന്ന സമയത്ത്, നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്, ഈ ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഇനി പറയുന്നത് എൻഷുർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, എന്താണ്, ഈ എംപ്ലോയീസിന്, അവിടെ നിലവിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആ സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എഡ്യൂക്കേഷൻ അല്ലെ, ട്രെയിനിങ്ങുകളായാലും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായാലും ചെയ്യേണ്ട ഡ്യൂട്ടി ക്വാളിറ്റി മാനേജറുടെ ഇതാണ്. ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവരെ പറഞ്ഞ് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇനി എന്താണ്, റെസ്പോൺസിബിൾ ഫോർ ഫെയിമിംഗ് ആൻഡ് ഓർഗനൈസ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. നമുക്കറിയാം ക്വാളിറ്റി സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിലും എന്താണ്, ക്വാളിറ്റി നമ്മൾ ഉറപ്പുവരുത്താനായിട്ട് ഹോസ്പിറ്റലിൽ പല കമ്മിറ്റീസ് ഉണ്ടാവും. ഓക്കെ, ആ കമ്മിറ്റീസ് രൂപപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ആ കമ്മിറ്റീസ് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രെയിം ചെയ്യേണ്ടതും ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. ആ കമ്മിറ്റീസ്, ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റീസ് രൂപപ്പെടുത്താനായിട്ടും അത് ഓർഗനൈസ് ചെയ്യേണ്ടതും ഫ്രെയിം ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടേതാണ്, ഈ ക്വാളിറ്റി മാനേജറുടേതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വരുന്നത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, 13 വരെ വായിച്ചു നോക്കാം. ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് അറിയണം കേട്ടോ. ഓപ്ഷൻ കണ്ടാൽ മതി, വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓപ്ഷൻ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. വായിച്ചു നോക്കാം കേട്ടോ.
ഓക്കെ ആണോ? നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് കമ്പോണൻസ് പഠിക്കണം. 9 എണ്ണം പഠിക്കാം. അതുപോലെ ഫോർമുലാസ് പഠിക്കണം. പിന്നെ അതുപോലെ JCI, NAB അതിന്റെയൊക്കെ ഫുൾ ഫോമുകൾ പഠിക്കുക കേട്ടോ. നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.